സൂപ്പർ കറിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വ്യത്യസ്തമായ രുചിയോടുകൂടിയ ഒരു കിഴങ്ങറി ഉണ്ടാക്കിയാലോ? ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റാം. മൂടി തുറന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ആവി കയറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരാവശ്യത്തിന് ഉരുളക്കിഴങ്ങ് വേകാനുള്ള ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് തയ്യാറാക്കാം. തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഉണ്ട്. തൈരിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മീറ്റ് മസാല. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഇളക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു ഡവറയിലേക്ക് ആ കപ്പ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാവേ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് സവോളയൊക്കെ നന്നായിട്ട് വാടിയിരിക്കുകയാണ്. നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറ് ആക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മല്ലിയില ചേർക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ വ്യത്യസ്തമായ രുചിയുള്ള കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കിഴങ്ങറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ കറിയാണ്. ഒരു വെറൈറ്റി കിഴങ്ങറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ കറിയാണ്. ഇപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും പൊറോട്ടയ്ക്കും എന്തിനാണ്, ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനു വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.